ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് റെഡ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. സീസണിൽ കിട്ടുന്ന ക്യാരറ്റാണിത്. ഇതില്ലെങ്കിൽ സാദാ ക്യാരറ്റ് എടുത്താലും മതി. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഇവിടെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചൂടായി വരുമ്പോഴേ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോഴേ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ പാലെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇവിടെ പാല് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനിയും വേണ്ടത് നട്ട്സ് ആണ്. കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർക്കാം. ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര വറ്റി ഇതൊന്ന് വഴണ്ടു വരണം. ഇതിലെ പഞ്ചസാര വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ കുറച്ചുകൂടെ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇവിടെ ഒരു പാനിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോഴേ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇതധികം കട്ടിയില്ലാതെയാണ് ഞാൻ കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് ലൂസായിട്ടാണ്. കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. 2 സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കണം, നല്ല കട്ടിയിൽ വേണമെങ്കിൽ. ഞാൻ ഇതൊരു ഡ്രിങ്ക് പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ക്യാരറ്റ് ഹൽവ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.